ഹലോ, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റി FYUGP എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിൻ്റെ സെക്കൻഡ് സെമസ്റ്റർ കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. വിച്ച് ആർ ദി AECs ഫോർ സെക്കൻഡ് സെമസ്റ്റർ. ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ BA BCom BSc BCA ഒക്കെ പഠിക്കുന്നവർക്ക് ഏതൊക്കെയാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സുകൾ, അവയുടെ സിലബസ് എന്താണ്. ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ വീഡിയോ ഈ സെമസ്റ്ററിൽ ഏറ്റവും നല്ല നിങ്ങൾക്ക് അനുയോജ്യമായ, ഓരോരുത്തർക്കും താല്പര്യങ്ങളുണ്ടാവാം, ഓരോരുത്തർക്കും അവരുടെ സ്കിൽ സെറ്റ് ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ ഓരോരുത്തർക്കും അനുയോജ്യമായതെന്ന് തോന്നുന്ന തരത്തിലുള്ള AEC സെലക്ട് ചെയ്യാൻ സഹായകരമായിരിക്കുമെന്ന് കരുതുകയാണ്. അപ്പോൾ നമുക്ക് സിലബസിലേക്ക് കിടക്കാം. ഏതൊക്കെയാണ് നമുക്ക് ഇത്തവണ അവൈലബിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സുകൾ. 4 കോഴ്സുകളാണ് ഓഫർ ചെയ്യുന്നത് പൊതുവിൽ. അതിലെ 4 പേരുകൾ നമുക്കൊന്ന് പരിശോധിക്കാം, മാർക്ക് രീതികളൊന്ന് പരിശോധിക്കാം. ഒന്നാമത്താണ് ഇംഗ്ലീഷ് ഇൻ കോണ്ടെക്സ്റ്റ്. അതിൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 25 മാർക്കാണ്. അതായത് ഇൻറ്റേർണൽ മാർക്ക് 25ആണ്. എക്സ്റ്റേണൽ എക്സാമിനേഷൻ്റെ മാർക്ക് എന്ന് പറയുന്നത്, എൻഡ് സെമസ്റ്റർ എക്സാംസിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 50 മാർക്സിലാണ്, 50 മാർക്കിലാണ്. ഈ എൻഡ് സെമസ്റ്റർ എക്സാംസിൻ്റെ മാർക്ക് കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ 35 മാർക്ക് റിട്ടേൺ ടെസ്റ്റിനും ബാക്കി 15 ഒരു വൈവ പോലുള്ള ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റുമാണ് നൽകിയിരുന്നത്. അപ്പോൾ ഇത്തവണ അങ്ങനെ ആവുമെന്നാണ് കരുതുന്നത്. എങ്കിലും എൻഡ് സെമസ്റ്റർ എക്സാംസിൻ്റെ മാർക്ക് ടോട്ടൽ 50ലാണ് കാണിക്കുന്നത് സിലബസിൽ. അതിനെ 50 എന്നുള്ളത് 35, 15 എന്ന രീതിയിൽ, 15 പ്രാക്ടിക്കം, 35 റിട്ടേൺ എക്സാം, 35 എന്ന രീതിയിലാവാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ്. അതിൻ്റെ കൺഫർമേഷൻ നിങ്ങൾക്ക് പിന്നീട് യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിന്നും മറ്റുമൊക്കെ ലഭ്യമാവുന്നതാണ്. അതാത് കോളേജിൽ നിന്നും അത് ലഭ്യമാവുന്നതാണ്. ഇപ്പോൾ ടോട്ടൽ മാർക്ക്, നമ്മുടെ മാർക്ക് ലിസ്റ്റ് വരുന്നത് 75 മാർക്കിലായിരിക്കും. ക്രെഡിറ്റ്സ് 3 ഇതിന് അവാർഡ് ചെയ്യുക. 3 ക്രെഡിറ്റിൻ്റെതാണ് ഈ നമ്മുടെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് AEC എന്ന് പറയുന്നത്. ക്രെഡിറ്റ് 3. നെക്സ്റ്റ് രണ്ടാമത്തതാണ് ഇംഗ്ലീഷ് ഫോർ കരിയർ. സെയിം മാർക്ക് സിസ്റ്റമാണ്. 3ാമത്തെ കോഴ്സ് ഓഫർ ചെയ്യുന്നത് ഇംഗ്ലീഷ് ത്രൂ കൾച്ചർ. 4ാമത്തത് ഇംഗ്ലീഷ് ഫോർ കോണ്ടന്റ് ക്രിയേഷൻ. കേൾക്കുന്നത് സ്റ്റൈൽ തോന്നുന്ന ലാസ്റ്റാണെന്ന് തോന്നുന്നല്ലേ, നമുക്ക് രസമെന്ന് തോന്നുന്നത്, കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. എനിവേ, ഇംഗ്ലീഷ് ഇൻ കോണ്ടെക്സ്റ്റ് ഈ പേപ്പറിനെ കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഇതിൻ്റെ സിലബസ് നമുക്ക് പരിശോധിക്കാം. ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, പരീക്ഷയുടെ ഡ്യൂറേഷൻ 1.5 മണിക്കൂറായിരിക്കും. എൻഡ് സെമസ്റ്റർ എക്സാംസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. കോഴ്സ് ഡിസ്ക്രിപ്ഷൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. This course is designed to foster students' ability to create imaginative and engaging written works by utilizing various literary techniques and elements such as character development, plot construction, and stylistic devices. It intends to equip students to produce clear, concise, and effective technical documents, including manuals, reports, and proposals. It also intends to develop students' ability to engage in constructive peer reviews and collaborative writing exercises, enhancing their capacity to give and receive feedback effectively. ഇതാണ് കോഴ്സ് ഡിസ്ക്രിപ്ഷൻ. എന്ന് വെച്ചാൽ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഭാവനാശക്തി, വിദ്യാർത്ഥിയുടെ ഭാവന, അതുപോലെ തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭാവനാശക്തി ഉപയോഗിച്ചുകൊണ്ട് ഭാവനാശക്തി വളർത്തിയെടുക്കുകയും അതുപോലെ തന്നെ എഴുത്തിലൂടെ നിരവധിയായിട്ടുള്ള സാഹിത്യ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്യാരക്ടർ, അതുപോലെ തന്നെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, പ്ലോട്ട് കൺസ്ട്രക്ഷൻ, അതുപോലെ രചനയുടെ ശൈലി, സ്റ്റൈലിസ്റ്റിക് ഡിവൈസസ്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ സഹായിക്കുക, നിങ്ങളുടെ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുക. അതാണ് ഈ ഒരു പേപ്പറിൻ്റെ ഉദ്ദേശമായിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ ക്ലിയർ, കൺസൈസ്, ഇഫക്റ്റീവ് രീതിയിൽ ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ് എഴുതാനുള്ള ഒരു പ്രാവീണ്യം നൽകുകയാണ്. ഉദാഹരണത്തിന് മാനുവൽസ്, റിപ്പോർട്ട്സ്, പ്രപ്പോസൽ, ഇതൊക്കെ എഴുതാനുള്ളൊരു കഴിവ് വളർത്തിയെടുക്കുക. അത് വളരെ കൃത്യമായും ചുരുക്കിയും വളരെ വ്യക്തമായും എഴുതാനുള്ളൊരു കഴിവ് വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ എൻഗേജ് ഇൻ കൺസ്ട്രക്റ്റീവ് പിയർ റിവ്യൂസ്, വളരെ ക്രിയാത്മകമായ രീതിയിലുള്ള പിയർ റിവ്യൂസ്, അതായത് നിങ്ങളുടെ സമകാലികരായിട്ടുള്ളവർ എഴുതുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള രചന നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വായിച്ചതിനൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരുക. ഇസ് ഇറ്റ് വർത്ത് വൈൽ, ഇസ് ഇറ്റ് ഗുഡ് ഓർ ഇസ് ഇറ്റ് ബാഡ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തുക. അതുപോലെ തന്നെ കൊലാബറേറ്റീവ് റൈറ്റിംഗ് എക്സസൈസസ്, ഒരുമിച്ച് എഴുതാനായിട്ടൊരു കൂട്ടായ്മയിൽ എഴുതാനുള്ള എക്സസൈസുകൾ. അതുപോലെ തന്നെ ഫീഡ്ബാക്കിനെ ഏത് രീതിയിൽ കൊടുക്കാൻ സാധിക്കും, അതുപോലെ തന്നെ ഏതൊക്കെ നല്ല രീതിയിൽ എങ്ങനെ ഫീഡ്ബാക്കിനെ സ്വീകരിക്കാം, നമ്മളൊന്ന് എഴുതിയിട്ട് ആരെങ്കിലും സബ്മിറ്റ് ചെയ്താൽ അവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിനെ എങ്ങനെ നമുക്ക് ഗുണകരമായി ഉപയോഗിക്കാം, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്.
അടുത്തതായി കോഴ്സ് ഔട്ട്കം നമുക്കൊന്ന് പരിശോധിക്കാം. 5 കോഴ്സ് ഔട്ട്കംസ് നൽകിയിരിക്കുന്നു. ഒന്നാമത്തത് റീകോൾ ദ റൂൾസ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ ഇൻക്ലൂഡിങ് സിൻടാക്സ്, പങ്ക്ച്വേഷൻ ആൻഡ് സെൻറ്റൻസ് സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഴുത്ത്, അതായത് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് റിട്ടൺ സ്കില്ലാണ്, എഴുത്തിൻ്റെ സ്കില്ലാണ് ഇവിടെ പഠിക്കുന്നത് കൂടുതലായിട്ട്. ഒന്നാമത്തെ ഔട്ട്കം തന്നെ അതാണ്. ഗ്രാമർ ഉപയോഗിച്ച് ഗ്രാമർ നിയമങ്ങൾ കൃത്യമായി പഠിക്കുക, അതായത് സിൻടാക്സ്, സെൻറ്റൻസ് സ്ട്രക്ചർ, പങ്ക്ച്വേഷൻ അതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാം പഠിക്കുക. രണ്ടാമത്തത് അണ്ടർസ്റ്റാൻഡ് ലിറ്റററി ടെക്നീക്സ് സച്ച് ആസ് ഇമേജറി, സിംബോളിസം ആൻഡ് മെറ്റഫർ യൂസ്ഡ് ഇൻ ക്രിയേറ്റീവ് റൈറ്റിംഗ്. കഥാ, കവിത പോലുള്ള ക്രിയേറ്റീവ് റൈറ്റിംഗിൽ ഉപയോഗിക്കുന്ന സങ്കേതങ്ങളായ ഇമേജറി എന്താണ്, സിംബോളിസം എന്താണ്, മെറ്റഫർ എന്താണെന്ന് പഠിക്കുക. മൂന്നാമത്തെ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ടെക്നിക്കൽ റൈറ്റിംഗ്, സാങ്കേതിക രചനയുടെ വശങ്ങൾ പഠിക്കുക. അതായത് സീരിയസ് റൈറ്റിംഗ് എന്നോ അല്ലെങ്കിൽ നമുക്ക് പറയാം കുറച്ച് ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് റൈറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ റിപ്പോർട്ട് റൈറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ ഐഡൻറ്റിഫൈ ആൻഡ് കറക്റ്റ് ഗ്രമാറ്റിക്കൽ എറേഴ്സ് ഇൻ റിട്ടൺ ടെക്സ്റ്റ്. അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന രചനയിലുള്ള ഗ്രമാറ്റിക്കൽ എറേഴ്സിനെ തിരിച്ചറിഞ്ഞ് അവയെ തിരുത്തുക എന്നുള്ളത് ഒരു എഡിറ്റിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ എഡിറ്റിംഗ് എന്നുള്ള കോൺസെപ്റ്റ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വേറൊരു കാര്യം, ഈ പേപ്പറിലൂടെ നമ്മൾ ഒരു എഡിറ്റിംഗ് ജോബ് പോലെ അല്ലെങ്കിൽ എഡിറ്റിങ്ങിനെ ഒരു പ്രൊഫഷണലായി പോലും നമുക്ക് വേണമെങ്കിൽ ചെയ്യാനുള്ളതിൻ്റെ ഒരു ബേസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ സാധ്യതകളുള്ള ഒരു മേഖല തന്നെയാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ലേൺ ടു അനലൈസ് ആൻഡ് critique both creative and technical texts to understand the strengths and weaknesses of each. ടെക്നിക്കലും ക്രിയേറ്റീവുമായ രചനകളെ അനലൈസ് ചെയ്യാനുള്ള ഒരു സ്കില്ല്. ഇതൊക്കെയാണ് ഇവിടെ കോഴ്സ് ഔട്ട്കമായിട്ട് ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്രാപ്തരാകുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ലേണിംഗ് ഡൊമൈൻസിനെ കുറിച്ച് പറയുകയാണ്. ഗ്രാമറിനെ കുറിച്ച് പറയുമ്പോൾ റിമെമ്പർ ആണ്, അത് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. പിന്നെ അടുത്തത് ലിറ്റററി ടെക്നീക്സ് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലാണ് അത് വരുന്നത്. അടുത്തത് അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ടെക്നിക്കൽ റൈറ്റിംഗ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലാണ്. ഗ്രാമാറ്റിക്കൽ എറേഴ്സ് എന്നുള്ളത് ആപ്ലിക്കേഷൻ ലെവലിലാണ്. അവിടെ നമ്മൾ ക്വസ്റ്റ്യൻസും അത്തരം ചോദ്യങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം എന്നർത്ഥം. പിന്നെ അനാലിസിസ് ആണ് അടുത്ത ലാസ്റ്റ് വൺ വരുന്ന അനാലിസിസ് ആണ് വരുന്നത്. അപ്പോൾ അതായത് ടെക്സ്റ്റ് വായിച്ച് അതിനെ അനലൈസ് ഉത്തരം എഴുതുന്നൊരു കോംപ്രിഹെൻഷൻ സ്റ്റൈൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നമുക്ക് ഇത്തരം ടൈപ്പ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് സിലബസിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം. ഇനി അടുത്തതായി നമുക്ക് കോഴ്സ് കോണ്ടന്റിലേക്ക് കടക്കാം. കോണ്ടന്റ്സ് ഫോർ ക്ലാസ് റൂം ട്രാൻസാക്ഷൻ മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1ൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം നമുക്ക്. ഇതനുസരിച്ചാണ് നമ്മുടെ ക്ലാസ് റൂം നടക്കുക. ക്ലാസ് റൂമിലുള്ള ഡിസ്കഷൻസ് ഒക്കെ തന്നെ ഈ പാഠഭാഗങ്ങൾ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇനി വരുന്ന കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 1 മൊഡ്യൂൾ 1ൻ്റെ പേര് തന്നെ ഗ്രാമർ യൂസേജ് 1 എന്നാണ്. അതിൻ്റെ ഒന്നാമത്തെ യൂണിറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രോപ്പർ ലാംഗ്വേജ് യൂസ്, ഇൻട്രൊഡക്ഷൻ ടു പാർട്സ് ഓഫ് സ്പീച്ച്, നൗൺസ് ആൻഡ് പ്രോനൗൺസ്. ഇതാണ് ഒന്നാമത്തെ യൂണിറ്റ്. രണ്ടാമത്തെ യൂണിറ്റ് വേർബ്സ്, ജെറണ്ട്, ഇൻഫിനിറ്റീവ്, മോഡൽസ് ആൻഡ് ഓക്സിലറീസ്, ടെൻസസ്. മൂന്നാമത്തെ യൂണിറ്റ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, പ്രൊപ്പോസിഷൻ ആൻഡ് കൺജങ്ഷൻസ്. ഫുൾ ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് ഗ്രാമർ ആൻഡ് യൂസേജ് 1 എന്നുള്ള ഈ മൊഡ്യൂൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പലരും ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓടിക്കളയുന്നവരാണ്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ഒരു ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് ഞാൻ പറയുന്നത് ഗ്രാമർ, ഒന്നാമത്തത് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഗ്രാമറിന് നല്ലൊരു ബേസ് ഉണ്ടാക്കാൻ ഈ ഒരു മൊഡ്യൂൾ യൂണിറ്റ് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് അടുത്ത മൊഡ്യൂൾ ഒന്ന് പരിശോധിക്കാം. മൊഡ്യൂൾ 2 ഗ്രാമർ യൂസേജ് 2 എന്നാണ് അതിൻ്റെ പേര്. പാർട്ട് 2 ആണ്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് സെൻറ്റൻസ് സ്ട്രക്ചർ, സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ് ആൻഡ് ഓബ്ജക്റ്റ്. ബേസിക് സെൻറ്റൻസ് ടൈപ്സ് ആണ് യൂണിറ്റ് 2. സിമ്പിൾ, കോമ്പൗണ്ട്, complex sentences. Unit 3 subject verb agreement, common errors in sentence structure. Unit 4 punctuation and capitalization. ഇതും ഫുൾ ഗ്രാമർ ബേസ്ഡ് തന്നെയാണ്. അപ്പോൾ ഗ്രാമറിൽ നല്ല ബേസ് ആഗ്രഹിക്കുന്നവർക്ക് ഇംഗ്ലീഷ് ഇൻ കോണ്ടെക്സ്റ്റ് എന്ന ഈ പേപ്പർ യൂസ്ഫുൾ ആണെന്നാണ് ഈ 2 മൊഡ്യൂളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മൂന്നാമത്തെ മൊഡ്യൂൾ എന്താണെന്ന് നോക്കാം. ക്രിയേറ്റീവ് റൈറ്റിംഗ്സ് ആണ്. നോക്കാം. യൂണിറ്റ് 1 പിക്ചർ ഓബ്ജക്റ്റ് ഡിസ്ക്രിപ്ഷൻ. ഒരു പിക്ചർ തന്നിട്ട്, ഒരു ഓബ്ജക്റ്റ് തന്നിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റീവ് റൈറ്റിംഗ് ക്ലാസ് ശരിക്കും തുടങ്ങുന്നത്. ഒരു വസ്തു തന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണിച്ച് അയാളുടെ ഡിസ്ക്രിപ്ഷൻ എഴുതുക എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്.
രണ്ടാമത്തെ യൂണിറ്റ് ഔട്ട്ലൈൻ സ്റ്റോറിയുടെ ഔട്ട്ലൈൻ, അതിൽ സ്റ്റോറിയെ ഡെവലപ്പ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതെങ്ങനെ ചെയ്യാമെന്ന് പഠിക്കും നമ്മൾ. ഡയറി എൻട്രി, അതുപോലെ തന്നെ പോയം ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗ്. ഡയറി എൻട്രി, ബ്ലോഗ് റൈറ്റിംഗ്, അതുപോലെ തന്നെ പോയം ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗ്. ഇതാണ് 3-4 യൂണിറ്റുകൾ. അതായത് കൂടുതൽ എഴുതാനുള്ളതാണ് ഇവിടെ എന്നർത്ഥം. 1-2 മൊഡ്യൂളുകളിൽ നമ്മൾ പഠിച്ചതെന്താ, എങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ച് ഗ്രമാറ്റിക്കൽ എറർ ഒന്നുമില്ലാതെ എഴുതാൻ സാധിക്കുക, ഗ്രമാറ്റിക്കൽ എറർ ഇല്ലാതെ സെൻറ്റൻസ് എങ്ങനെ എഴുതാം, ഗ്രാമർ എന്താണെന്നുള്ളതാണ് പഠിച്ചത്. ഇവിടെ മൊഡ്യൂൾ 3ലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നത് ഈ പഠിച്ച ഗ്രാമർ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം എന്ന് തന്നെയാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിച്ച് ഡയറി എൻട്രി, ഔട്ട്ലൈൻ സ്റ്റോറി, അതുപോലെ തന്നെ പോയം ഷോർട്ട് സ്റ്റോറി, ഇതൊക്കെ എങ്ങനെ എഴുതാം എന്നുള്ള രീതിയിലുള്ള ഒരു മൊഡ്യൂളാണിത്. മൊഡ്യൂൾ 4ലേക്ക് പോയി കഴിഞ്ഞാൽ ടെക്നിക്കൽ റൈറ്റിംഗ്സ് ആണ്. റിവ്യൂ, യൂണിറ്റ് 1 ബുക്ക് റിവ്യൂ, മൂവി റിവ്യൂ, വെബ് സീരീസ് റിവ്യൂസ് ആണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അടുത്തതായിട്ട് രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ലിറ്റററി നറേറ്റീവ്സ്, നോവൽ, ഷോർട്ട് സ്റ്റോറി, ഇതിൻ്റെയൊക്കെ അനാലിസിസ്, റിവ്യൂസ് എന്ന് പറയാം നമുക്ക്. റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് SOP അടുത്തത്. അതുപോലെ തന്നെ പ്രിപ്പയറിങ് ക്വസ്റ്റ്യനേഴ്സ്. ഇപ്പം ഇവിടെയും എഴുത്ത് തന്നെയാണ്, പക്ഷേ ഇവിടെ കുറച്ചുകൂടി ടെക്നിക്കൽ ആണെന്നുള്ളതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് സാങ്കേതികമായ കുറച്ച് പദപ്രയോഗങ്ങളും സാങ്കേതികമായ സ്റ്റെപ്പുകളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. മാത്രമല്ല ഇവിടെ എഴുത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ, അല്ലെങ്കിൽ എഴുത്തിന് എപ്പോഴും ഇവിടെ ഒരു സ്ട്രക്ചർ ബൗണ്ട് ആയിരിക്കും. ക്രിയേറ്റീവ് റൈറ്റിംഗിൽ നമുക്ക് ഇമാജിനേഷൻ അനുസരിച്ച് പോകാൻ പറ്റും, എന്നാൽ ഇവിടെ അങ്ങനെ പോകാൻ പറ്റില്ല. ഇവിടെ കൃത്യമായിട്ടൊരു സിനിമയെ റിവ്യൂ ചെയ്യുകയായിരിക്കും, അതിന് ഇന്ന രീതിയിലുള്ള ഔട്ട്കം നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഉദാഹരണം പറഞ്ഞതാണ് സിനിമയുടെ കാര്യത്തിൽ. മറ്റുള്ള ബുക്ക് റിവ്യൂ ഉണ്ട്, അതുപോലെ തന്നെ മറ്റേ അനാലിസിസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും സ്ട്രക്ചർ ബൗണ്ട് ആയിരിക്കും. ഇപ്പോൾ കുറച്ചും കൂടി ടെക്നിക്കൽ റൈറ്റിംഗ് ആണ് ഇവിടെ നമ്മൾ പരിശീലിക്കുന്നത്. ടീച്ചർ സ്പെസിഫിക് മൊഡ്യൂളിൻ്റെ 5ാമത്തെ മൊഡ്യൂൾ, ഇത് തീർച്ചയായിട്ടും ഓരോ ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർ എങ്ങനെയാണ് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത്. നിങ്ങൾ അത് അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യുക. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ടീച്ചർ ക്യാൻ യൂസ് ദിസ് മൊഡ്യൂൾ ടു ഗിവ് ഫർദർ പ്രാക്ടീസ് ഓൺ ദ ടോപ്പിക്സ് ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് മൊഡ്യൂൾസ് ഓർ design activities like the ones given below. This module is for internal evaluation. അപ്പോൾ ഇന്റേണൽ ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള ഒരു മൊഡ്യൂളാണിത് എന്ന് പറയാം. താഴെ കൊടുത്തിരിക്കുന്ന മോഡൽ ആക്ടിവിറ്റീസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ, എൻകറേജ് സ്റ്റുഡൻസ് ടു ജോയിൻ ഓൺലൈൻ റൈറ്റിംഗ് കമ്മ്യൂണിറ്റീസ് ഓർ ഫോറംസ് വേർ ദേ ക്യാൻ ഷെയർ ദെയർ വർക്ക് ആൻഡ് റിസീവ് ഫീഡ്ബാക്ക് ഫ്രം എ ബ്രോഡർ ഓഡിയൻസ്. രണ്ടാമത്തത്, അതായത് ഒരു ഓൺലൈൻ ഫോറത്തിൽ ജോയിൻ ചെയ്തിട്ട് ഡിസ്കഷനിൽ പങ്കെടുത്ത് ഫീഡ്ബാക്ക് സ്വീകരിച്ച് ഫീഡ്ബാക്ക് നൽകി, അങ്ങനെയുള്ള ഓൺലൈൻ ഫോറംസ് ഉണ്ട്. ഒരു കാലത്ത് വളരെ ആക്റ്റീവ് ആയിരുന്നു, ഇപ്പോഴും ഉണ്ട്, എങ്കിലും അതിൻ്റെ ഇമ്പോർട്ടൻസ് മാറിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. ബുക്ക് ഫോറംസ്, മൂവി ഫോറംസ്, അങ്ങനെ ഓൺലൈനിൽ ഫോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് സൈറ്റിൽ നമ്മളിപ്പോൾ കോമൻസ് ഒക്കെ ചെയ്യുന്നില്ലേ, യൂട്യൂബ് വീഡിയോസിൽ തന്നെ കോമൻസ് ചെയ്യുക, ഇതുപോലെ കോമൻസ് മാത്രം ചെയ്യുന്ന ഡിസ്കഷൻ പ്ലാറ്റ്ഫോംസ് ആണ് ഫോറംസ് എന്ന് പറയുന്നത്. അവിടെ വീഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല, എങ്കിലും ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഫോറംസ് ഒക്കെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് പല രീതിയിലുള്ള പേരുകളും വേർഷൻസ് ഒക്കെ ഇപ്പോൾ വന്നിട്ട് കാണുന്നുണ്ട്. പണ്ടൊക്കെ ഫോറംസ് എന്ന് പറയുന്നതിൻ്റെ തുടക്കകാലം ആക്ച്വലി ബൈ ഡെഫിനേഷൻ ഫോറം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ടൈപ്പ് ചെയ്തിട്ടുള്ള മെസ്സേജുകൾ ഇട്ടിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംവാദങ്ങളായിരുന്നു. അടുത്താണ് ഓർഗനൈസ് ഫീൽഡ് ട്രിപ്സ് ടു പ്ലേസസ് ലൈക്ക് പബ്ലിഷിംഗ് ഹൗസസ്, technical writing firms or literary events to give students real world insights into writing careers. എഴുത്തുമായി ബന്ധപ്പെട്ട തൊഴിൽ എങ്ങനെ ചെയ്യുമെന്നുള്ളതിനൊരു പരിശീലനം നൽകുന്നതിന് വേണ്ടി പബ്ലിഷിംഗ് ഹൗസുകൾ, സാഹിത്യ ഉത്സവങ്ങൾ, സാഹിത്യോത്സവം, ഇത്തരം സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യുക, എന്നിട്ട് ഉൾക്കാഴ്ച വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുക, ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയും നടത്താവുന്ന ഇതൊരു മോഡൽ തന്നു മാത്രമേ ഉള്ളൂ, അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ കോളേജിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നത് വ്യത്യാസപ്പെട്ടിരിക്കുന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇംഗ്ലീഷ് ഇൻ കോണ്ടെക്സ്റ്റ് എന്ന പേപ്പറിൻ്റെ സിലബസ് ഉള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇനി എസെൻഷ്യൽ റീഡിങ്സിലേക്ക് നമുക്ക് പോവുകയാണ്. ഈ പേപ്പറിന് കൂടുതൽ ഇൻസൈറ്റ്, കൂടുതൽ ഉൾക്കാഴ്ച കിട്ടുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളുടെ രീതിയിൽ നമ്മൾ എടുത്ത് വായിക്കേണ്ട കുറച്ച് അത്യാവശ്യമായിട്ട് നമ്മൾ നിർബന്ധമായി വായിച്ചിരിക്കേണ്ട കുറച്ച് പുസ്തകങ്ങളുടെ പേരുകൾ സിലബസിൻ്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഹൗ ടു റൈറ്റ് ആൻഡ് സ്പീക്ക് ബെറ്റർ, റീഡേഴ്സ് ഡൈജസ്റ്റ് ആണത്, 1989 ഇറങ്ങിയ റീഡേഴ്സ് ഡൈജസ്റ്റ്. അതുപോലെ തോമസ് എസ് കെയിൻ്റെ ദി ഓക്സ്ഫോർഡ് എസെൻഷ്യൽ ഗൈഡ് ടു റൈറ്റിംഗ്, OUP ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാർട്ടിൻ മാൻസർ എഴുതിയിട്ടുള്ള ദി പെൻഗ്വിൻ റൈറ്റേഴ്സ് മാനുവൽ, സ്റ്റീവൻ കേർട്ടിസുമായിട്ടാണ് ചേർന്നാണ് അത് എഴുതിയിട്ടുള്ളത്. ഇതൊന്ന് എടുത്ത് വായിക്കുക. പ്രസൻറ്റേഷൻ സെൻ എന്ന പുസ്തകമാണ് അടുത്തത്. ഗാൾ റെയ്നോൾഡ്സ് ആണ് അതിൻ്റെ രചയിതാവ്. പ്രാക്ടിക്കൽ ഇംഗ്ലീഷ് യൂസേജ് എന്ന അടുത്ത പുസ്തകം OUP തന്നെയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്.
മൈക്കൽ സ്വാനാണ് അതിൻ്റെ രചയിതാവ്. അപ്പോൾ ഇത്രയും പുസ്തകങ്ങൾ നിർബന്ധമായും നിങ്ങൾ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളാണെന്ന് കാണാൻ സാധിക്കും. ഇനി അസസ്മെൻറ്റ് റൂബ്രിക്സ് ആണ്. എങ്ങനെയാണ് അസസ്മെൻറ്റ് പോകുന്നത്, അതിൻ്റെ മാർക്കിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ പരിശോധിക്കാം. മാർക്ക് സ്ട്രക്ചർ നോക്കുക ഒരിക്കൽ. എൻഡ് സെമസ്റ്റർ ഇവാലുവേഷൻ 50 മാർക്സ് ആണ്. റിട്ടൺ ടെസ്റ്റിൻ്റെതാണ്. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ 35+15 ആവാനുള്ള സാധ്യതയുണ്ട്. ഡിപ്പെൻസ്, അത് നമുക്ക് പിന്നീട് കൺഫേം ചെയ്ത് പറയാനേ പറ്റുകയുള്ളൂ. സിലബസ് അനുസരിച്ചുള്ളത് മാത്രമേ നമുക്കിവിടെ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ ഇത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത സിലബസ് ആണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ 25 മാർക്ക്, ടെസ്റ്റ് പേപ്പർ 1 5 മാർക്ക്, അസൈൻമെൻറ്റ് 5 മാർക്ക്, സെമിനാർ 5 മാർക്ക്, ലിസണിങ് ടെസ്റ്റ് 5 മാർക്ക്, സ്പീക്കിംഗ് അസൈൻമെൻറ്റ് 5 മാർക്ക്, ടോട്ടൽ 75 മാർക്സ്. ഇങ്ങനെയാണ് ടോട്ടൽ വരുന്നത്. ഇനി അവിടെ നോട്ട് പ്രാക്ടിക്കം ഹാവ് ഓൺലി ഇൻറ്റേർണൽ അസസ്മെൻറ്റ്സ്. പ്രാക്ടിക്കംസ് ഇൻറ്റേർണൽ അസസ്മെൻറ്റ്സ് മാത്രമേ പ്രാക്ടിക്കംസ് നടത്തുകയുള്ളൂ, ഇൻറ്റേർണൽ അസസ്മെൻറ്റിന് വേണ്ടി മാത്രമേ നടത്തുകയുള്ളൂ എന്ന് പ്രത്യേകം അവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത പേപ്പറാണ് ഇംഗ്ലീഷ് ഫോർ കരിയർ എന്നുള്ള പേപ്പർ. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമുക്ക് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഈ ഓരോ സിലബസും ചെയ്യാം. അപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇംഗ്ലീഷ് ഫോർ കരിയർ എന്ന പേപ്പറിൻ്റെ സിലബസ് പരിചയപ്പെടാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫോർ കോണ്ടെക്സ്റ്റ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, ആ പേപ്പറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് രൂപത്തിൽ താഴെ രേഖപ്പെടുത്തുക. പേപ്പറിനെ അബ്യൂസ് ചെയ്യരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല അഭിപ്രായങ്ങൾ, അതായത് നിങ്ങൾ നല്ല ഭാഷയിൽ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഈ പേപ്പറിൻ്റെ സാധ്യതകൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇംഗ്ലീഷ് ഫോർ കോണ്ടെക്സ്റ്റ് എന്ന പേപ്പറിൽ നമ്മൾ കാണുന്നത് ആദ്യത്തെ 2 മോഡ്യൂള് ഗ്രാമർ തന്നെയാണ് കണ്ടിട്ടുള്ളത്. മീനിങ്, അതിൻ്റെ അകത്ത് നമുക്കൊരു ബേസിക് ഗ്രാമറിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും എന്നുള്ളത് ഗ്യാരണ്ടീഡ് ആണ്. നമ്മൾ നന്നായിട്ട് അത്യാവശ്യം അധ്യാപകരോട് സംശയങ്ങളൊക്കെ ചോദിച്ച് പഠിക്കുകയാണെങ്കിൽ, എസെൻഷ്യൽ റീഡിംഗ് എന്നുള്ള ബുക്സൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബുക്സ് നിങ്ങളിൽ ഒരു കണ്ണ് ഈ ബുക്കിലായിരിക്കണം കേട്ടോ, ഈ ബുക്സിൻ്റെ ലിസ്റ്റിലായിരിക്കണം. വേണമെങ്കിൽ 2 കണ്ണ് ഇതിൽ തന്നെ ആയിരിക്കണം. കാരണം ഈ ബുക്സിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടും, വാല്യുബിളായ ഒരുപാട് ഉൾക്കാഴ്ചകൾ ലാംഗ്വേജിനെ കുറിച്ചും എഴുത്തിനെ കുറിച്ചൊക്കെ ലഭിക്കും. തീർച്ചയായിട്ടും ഈ ബുക്സ് നിങ്ങൾ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യാൻ കുറച്ച് പണിയായിരിക്കുമെങ്കിലും ഇനിയുള്ള PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെയും ചെയ്യുക, ഓൺലൈനായി വായിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പേപ്പർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു ബിൽഡ് എ ബേസ് ഫോർ യുവർ ഇംഗ്ലീഷ് ഗ്രാമർ. നല്ലൊരു ബേസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കൂടുതൽ ഡൈവേർട്ടായിട്ട് അല്ലെങ്കിൽ കൂടുതൽ എക്സ്റ്റെൻസീവായി ഗ്രാമർ പഠിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വശം. 2 മൊഡ്യൂളിലല്ലേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ആപ്ലിക്കേഷൻ അല്ലേ. റൈറ്റിംഗ്, ടെക്നിക്കൽ റൈറ്റിങ്ങും ക്രിയേറ്റീവ് റൈറ്റിങ്ങും അത്രയേ ഉള്ളൂ ഇതിനകത്ത്. പേപ്പർ വളരെ സിമ്പിളാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആദ്യത്തെ 2 മൊഡ്യൂൾ പറഞ്ഞ ഗ്രാമർ പാർട്സ് ഒക്കെ പഠിക്കാൻ വേണ്ടി വളരെ കുറച്ച് സമയം നമുക്ക് ആവശ്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ. പിന്നെ മാക്സിമം പ്രാക്ടീസിലൂടെ ക്രിയേറ്റീവ് റൈറ്റിംഗ് മൊഡ്യൂളും അതുപോലെ ടെക്നിക്കൽ റൈറ്റിംഗ് മൊഡ്യൂളും പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കൂടുതൽ നന്നാക്കാവുന്നതുമാണ്. അപ്പോൾ പഠിക്കാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ച് വളരെ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ പഠിക്കാവുന്നൊരു മൊഡ്യൂളാണിത് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, തീർച്ചയായിട്ടും ഗ്രാമറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ വരും എന്നുള്ളത് നമ്മൾ പിന്നീട് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നത് 2 ടൈപ്പിൽ വന്നേക്കാം ഈ പേപ്പറിൽ നിന്ന്. ഒന്ന് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വന്നേക്കാം, അതായത് ഗ്രാമർ ക്വസ്റ്റ്യൻ തന്നെ പ്രാക്ടിക്കലായിട്ട് ചോദിച്ചേക്കാം, വിട്ട ഭാഗം ഫില്ല് ചെയ്യുക, അപ്രോപ്രിയേറ്റ് വേർഡ്സ് വെച്ചിട്ട്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് വന്നേക്കാം. അതുപോലെ തന്നെ ഓരോ ഗ്രാമാറ്റിക്കൽ നെയിമിൻ്റെയും എക്സ്പ്ലനേഷൻ, ഡെഫിനിഷൻ, ആ ടൈപ്പ് ചോദ്യങ്ങളും ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതും ശ്രദ്ധിക്കുക. ഡെഫിനിഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഗ്രാമറിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ ഉള്ളത് ക്രിയേറ്റീവ്, അതുപോലെ തന്നെ ടെക്നിക്കൽ റൈറ്റിംഗ്, അതും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ടെക്നിക്കൽ റൈറ്റിങ്ങിൽ നിന്നൊക്കെ തിയറിയും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഗ്രാമറിലും ക്രിയേറ്റീവ് റൈറ്റിങ്ങിലും ടെക്നിക്കൽ റൈറ്റിങ്ങിലും തിയറിയും ചോദിക്കാം, പ്രാക്ടിക്കലും ചോദിക്കാം. 2 ടൈപ്പ് ചോദ്യങ്ങളും ബാലൻസ്ഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു പേപ്പർ തന്നെയാണ് ഇതെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേപ്പർ നിങ്ങൾക്ക് ഏതെങ്കിലും കോമ്പിനേഷൻ്റെ ഭാഗം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു പേപ്പർ തന്നെയാണ് ഇംഗ്ലീഷ് ഫോർ കോണ്ടെക്സ്റ്റ്. നല്ലൊരു സിമ്പിൾ പേപ്പറാണ്. ഗ്രാമർ ഉണ്ട് എന്ന് എഴുതി പേടിച്ചോളേണ്ട കാര്യമൊന്നുമില്ല. ഈ ഗ്രാമറുള്ള കോഴ്സുകൾ അധികവും ആ ഏരിയാസൊക്കെ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, അധികം മാർക്ക് നഷ്ടപ്പെടാത്ത, അതും കുറച്ച് സമയം പഠിക്കാൻ വേണ്ടു എന്നുള്ളത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കുകയും കൂടുതൽ നന്നായി പ്രാക്ടീസ് വഴി നമ്മളെ കൂടുതൽ ലാംഗ്വേജിനെ ബെറ്റർ ആക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു പേപ്പർ തന്നെയാണിത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് പേപ്പറിനെ പരിചയപ്പെടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് വലുതായി പോകും. മാത്രവുമല്ല, ഒരുപാട് വലുതാകുന്നതുകൊണ്ടല്ല, എല്ലാ സിലബസും ഉൾപ്പെടുത്തുമ്പോൾ മറ്റ് പേപ്പേഴ്സിനെ കുറിച്ച് അറിയേണ്ടവർക്ക് ഒരുപാട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് സ്കിപ്പ് ചെയ്ത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോയിൽ ഒരു പേപ്പർ എന്ന രീതിയിൽ ഒതുക്കാമെന്ന് ഇപ്പോൾ വിചാരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് പേപ്പറിനെ പരിചയപ്പെടാം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ടൈം. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ എത്തിക്കുമല്ലോ. ബൈ, ടേക്ക് കെയർ.